പ്രകാശമേ മിഴി തുറക്കുക വേഗം. സ്നേഹമുള്ളവരെ, വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം മലയിലെ പ്രസംഗം 5, 6, 7 അധ്യായങ്ങൾ അതിന് മധ്യഭാഗമാണ് പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നത്. എപ്രകാരം പ്രാർത്ഥിക്കരുത്, എപ്രകാരം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം യേശു എടുത്തു കാണിക്കുന്ന ഒരു മാതൃകാ പ്രാർത്ഥനയാണ് ദ ലോർഡ്സ് പ്രേയർ എന്ന് പറയും. കർത്താവിൻ്റെ പ്രാർത്ഥന, കർത്തൃ പ്രാർത്ഥന, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതിൻ്റെ ഒരു അഭിസംബോധനയുണ്ട്. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം 7 യാചനകളുണ്ട്. ആദ്യത്തെ ദൈവത്തെക്കുറിച്ച്, രാജ്യത്തെക്കുറിച്ച്, രണ്ടാമത്തെ നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ച്. അതിൽ ആദ്യത്തെ വാക്യം മാത്രം ഞാൻ പറയട്ടെ. യേശു പഠിപ്പിച്ച് പ്രാർത്ഥിക്കാനാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മത്തായിലെ, ലൂക്കായിലെ പിതാവ് മാത്രമേ ഉള്ളൂ. അബ്ബ എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. അബ്ബ. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ സ്വന്തം പിതാവിനെ വിളിക്കുന്നത് പോലെയാണ് ഇവിടെ യേശു നമ്മളോട് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക. ദൈവം സർവശക്തനാണ്, സ്രഷ്ടാവാണ്, സർവാതിശായിയാണ്, സ്വർഗസ്ഥനാണ്, എല്ലാവരും ഉപരിയാണ്. പക്ഷേ ആ ദൈവം നമ്മുടെ പിതാവാണ് നമ്മളെ പഠിപ്പിക്കുക. യേശു പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നീ ദൈവത്തിൻ്റെ മകനാണ്. ഒരു കൊച്ചു കുഞ്ഞ് എൻ്റെ അപ്പനെ വിളിക്കുന്ന പോലെ ദൈവത്തെ വിളിക്കണം. ആ ഒരു അടുപ്പമുണ്ടാകണം. ദൈവം നിൻ്റെ പിതാവാണ്. അപ്പ, അപ്പച്ച, ചാച്ച, ഡാഡി എന്തുമാവട്ടെ. ഇപ്പോൾ കുഞ്ഞുങ്ങൾ എപ്രകാരമാണ് സ്വന്തം അപ്പനെ വിളിക്കുന്നത്, ആ ഒരു ബന്ധം നിനക്കുണ്ടാകണം. ഇപ്പോൾ പ്രാർത്ഥന ഈ ബന്ധത്തിൻ്റെ പ്രകടനമാണ്. ബാക്കി കാര്യങ്ങളെല്ലാം യാതനകളാണ്. പക്ഷേ ഈ അഭിസംബോധന തന്നെ മനസ്സിൽ ഓർത്തിരിക്കുക. ദൈവം എൻ്റെ വിധിയാളനാണ്, ശരിയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് ജന്മം നൽകിയ, എന്നെ സ്വന്തമായി സ്വീകരിക്കുന്ന, തൻ്റെ മുഖം എൻ്റെ കണ്ണിൽ കാണുന്ന, എൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖം പ്രതിഫലിക്കുന്ന ആ പിതാവാണ് ഞാനെന്ന കാര്യം മറക്കരുത്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മളെല്ലാവരും വിലപ്പെട്ടവരാണ്, ദൈവത്തിന് വിലപ്പെട്ടവരാണ്. മറ്റുള്ളവർക്ക് എനിക്ക് വിലയില്ലെങ്കിലും ദൈവത്തിൻ്റെ കണ്ണിൽ എനിക്ക് വിലയുണ്ട്. അതാണ് യേശു പറയുന്നത്, ദൈവത്തെ അപ്പ എന്ന് വിളിക്കുക. അബ്ബ. ആ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. പ്രാർത്ഥിക്കും. നോമ്പുകാലത്താണെങ്കിലും ഓർക്കുക, ഇതുപോലെ വിലപ്പെട്ടവരാണ് ഓരോ മനുഷ്യവ്യക്തിയും. ഓരോ മനുഷ്യവ്യക്തിയും ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ അർഹതയുള്ളവരാണ്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന സഹോദരനാണെന്ന് കൂടി ഓർക്കുക. സഹോദരനെ വെറുത്തുകൊണ്ട് അപ്പനെ പ്രീതിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൻ്റെ മകനെ വെറുത്താൽ ചോദിച്ചാൽ അപ്പൻ പകരം ചോദിക്കും. തീർച്ചയായിട്ടും എവിടെയും നിൻ്റെ സഹോദരൻ ആവരുതെന്ന് കായനോട് ചോദിച്ച പോലെ. അപ്പോൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നത് ശത്രുക്കളല്ല, സഹോദരനാണോ. ഏത് മതത്തിൽ വിശ്വസിക്കുന്നതാവട്ടെ, ഏത് പാർട്ടിയിൽ നിൽക്കുന്നതാവട്ടെ, ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ, എല്ലാം സഹോദരങ്ങളാണ്, ദൈവത്തിൻ്റെ മക്കളാണ്, എല്ലാം സഹോദരങ്ങളാണ്. ഈ ദൈവത്തിൻ്റെ പിതൃത്വം നമ്മുടെ സാഹോദര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നു. നമ്മുടെ മഹത്വം നമ്മൾ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ മക്കളാണെന്ന്. അതോടെ മറ്റുള്ളവരും ദൈവത്തിന് വിലപ്പെട്ട മക്കളാണെന്ന് ഓർക്കുക. അതുകൊണ്ട് ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ, സ്വർഗസ്ഥനായ പിതാവെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, നമ്മളെല്ലാവരും ദൈവത്തിന് വിലപ്പെട്ടവരാണ്. അപ്പോൾ ദൈവത്തെ പിതാവെന്ന് വിളിക്കുമ്പോൾ മറ്റുള്ളൊരു സഹോദരങ്ങളാണെന്ന ബോധ്യത്തോടുകൂടി, നമ്മൾ വിലപ്പെട്ടവരാണെന്ന ബോധ്യത്തോടുകൂടി പ്രാർത്ഥന നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. അത് ഹൃദയത്തിലുള്ള വരുന്ന ഒരു ബോധ്യമാകട്ടെ. നിൻ വഴിയേ നടക്ക